ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഒരു ടോയ് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഒരുപാട് പേര് ചോദിച്ചാണ് റോക്ക് ക്രൗളറിൻ്റെ വീഡിയോ ചേട്ടാന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്തേലേ പറ്റൂ. യാ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ റോക്ക് ക്രൗളർ ഇന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അതായത് ഇത് മേടിച്ചതും ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വണ്ടി കാണിച്ചു തരാം. വണ്ടി ഈ കാണുന്ന കളറല്ല, വേറെ കളറാണ്. അയ്യോ ഉള്ളിൽ തിരിഞ്ഞു. യാ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി. ഓക്കെ, അപ്പോൾ നീല കളറിലാണ്. ഈ സാധനമൊക്കെ പോയി, ഇതൊക്കെ ഷിപ്പിങ്ങിൻ്റെ ഇടയ്ക്ക് പറ്റിയതാട്ടോ, അതൊക്കെ പോയി. യാ, അപ്പോൾ ഇവനെ പറ്റി സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇതൊരു 1/18 സ്കെയിൽ ഒരു RC ടോയ് ഗ്രേഡ് RC കാറാണ്. 2.4 GHz റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു RC കാറാണ്. അതായത് ഇതിൻ്റെ ഫുൾ ഫങ്ഷണൽ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ അത് എഴുതിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, പിന്നെ ഇവന്മാർ അടിപൊളി ബോക്സ് ആക്കിയിട്ടുണ്ട് ഈ പ്രാവശ്യം. അതായത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കണ്ടോ. ഒരു പ്രത്യേക തരം ഒരു ബോക്സ് ഡിസൈന് കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. യാ, അടിപൊളിയായിട്ടുണ്ട്. നേരത്തെ ബോക്സിനേക്കാളും അടിപൊളിയായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവനെ ഇന്ന് ഇവനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇതിനെ അൺബോക്സ് ചെയ്യണമല്ലോ. അൺബോക്സ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. അൺബോക്സ് ചെയ്യണ വീഡിയോ ഞാൻ നിങ്ങൾക്ക് അൺബോക്സ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. കൊച്ചു പിള്ളേർക്ക് ഒരു അൺബോക്സ് ചെയ്യാൻ അറിയാം. സോ അൺബോക്സിങ് കാണിക്കുന്നില്ല. ഓക്കെ യോ ഗൈസ്. അപ്പോൾ ഇതുണ്ട്. ഇനി ഇതിൻ്റെ വള്ളിയും കിള്ളിയൊക്കെ പൊട്ടിക്കണം. ടാസ്ക്. ഗൈസ്, ഇനി ഞാൻ ഇത് പൊട്ടിച്ചിട്ട് വരാം. ഗൈസ്, അങ്ങനെ നമ്മൾ അവനെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഗൈസ്, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് എനിക്ക്. അതായത് പുതിയൊരു RC കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അതിപ്പോൾ ടോയ് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ജീപ്പ് റാംഗ്ലറും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് ഏത് RC കിട്ടിയാലും ഇപ്പോൾ ടോയ് ആണെങ്കിൽ പോലും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഗൈസ്. ഇനി ഇവനൊന്ന് ഓടിക്കണം, ഇവൻ്റെ പെർഫോമൻസ് ഒക്കെ ഒന്ന് കാണണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിറ്റ് പോയിരിക്കുന്ന, ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിച്ചിരിക്കുന്ന ഒരു വണ്ടി, ഒരു RC ടോയ് എന്ന് വേണമെങ്കിൽ ഇവനെ പറയാം. അതായത് വാങ്ങിക്കുന്ന വിലക്കുള്ള ക്വാളിറ്റി. ഗൈസ്, അതാണ് വാങ്ങിക്കുന്ന വിലക്കുള്ള ക്വാളിറ്റി അവർ തരുന്നുണ്ട്. പിന്നെ അതേപോലെ പെർഫോമൻസും തരുന്നുണ്ട്. അതായത് ഈ പറയുന്ന ചില സമയത്തൊക്കെ ഓൺലൈനിൽ കാണുന്ന ഈ 2000 അല്ലെങ്കിൽ 2000-ന് മേലുള്ള കാർസിനൊന്നും ഇതേപോലെ ഒരു ഒരു സസ്പെൻഷൻ ട്രാവലിങ് കാര്യങ്ങൾ, പിന്നെ ഇതേപോലെ ഒരു ആക്ഷൻ സെറ്റപ്പ് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ വെറും 1500 രൂപ കിട്ടുന്ന ഇവൻ മാസാണ് ഗൈസ്. പൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് നമുക്കൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന സംഭവങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുണ്ടോ, അവർ തരുന്ന ബാറ്ററി 4.8 വോൾട്ടാണ് ഗൈസ്. 4.8 വോൾട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വലിയ പെർഫോമൻസ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. സ്റ്റോക്ക് നമ്മളിപ്പോൾ ഒരു കാർ മേടിച്ച് നമ്മളൊരു 3 സ്റ്റേജ് ട്യൂണിങ് ഒക്കെ ചെയ്യുന്ന പോലെ ഒരു ബാറ്ററിയൊക്കെ ഒരു 7.4 ബാറ്ററിയൊക്കെ എടുത്ത് ഇവനിട്ട്, അല്ലെങ്കിൽ ഒരു 6 വോൾട്ട് ബാറ്ററിയൊക്കെ എടുത്ത് ഇവനിട്ട് കഴിഞ്ഞാൽ സ്റ്റേജ് 2 ട്യൂണിങ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതേപോലെ പവറൊക്കെ കൂടും ഗൈസ്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചാർജർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബാറ്ററിയും ചാർജറും. പിന്നെ ഇതാണ് റിമോട്ട്. നോർമൽ ഒരു ടോയ്സിൻ്റെ റിമോട്ട്. ഇതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും. 2.4 GHz റിമോട്ടാണ്. ഓക്കെ, അപ്പോൾ പ്രപ്പോർഷണൽ കാര്യങ്ങളൊന്നുമല്ല, ടോയ് ആണല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം വാങ്ങിക്കുന്ന വിലക്കുള്ള വണ്ടി ഇവനുണ്ട്. ഞാൻ ആർക്കെങ്കിലും ഓൺലൈനിൽ നിന്ന് കാർ മേടിക്കണമെന്ന് സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ, തുടക്കം അതായത് ഒരു ലോ ബഡ്ജറ്റ് RC കാർ മേടിക്കണമെന്ന് പറയുവാണെങ്കിൽ ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യത്തുള്ളൂ. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു റോക്ക് ക്രൗളർ മേടിക്കുന്നത്. അതിന് മുന്നേ ഞാൻ ടോയ്സൊക്കെ ഒരുപാട് മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മോഡൽ സ്വന്തമാക്കണമെന്ന് ഒരുപാട് നാൾ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് പണ്ടൊക്കെ, ചെറുപ്പത്തിലൊക്കെ. പക്ഷെ മേടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ചെയ്ത് കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇത് മേടിച്ചതാണ്. ഇത് മേടിച്ചപ്പോൾ മനസ്സിലായത് ഇതിന് 1500 രൂപയുള്ളൂ. ഇത് മേടിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് മേടിച്ചത്. 1500 കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് RC എന്ന് വേണമെങ്കിൽ ഇവനെ പറയാം. ഇനി നമുക്ക് ഇവൻ്റെ ബാറ്ററിയൊക്കെ എടുത്ത് ചാർജ് ചെയ്യണം ഗൈസ്. കാരണം ഇവർ ചാർജ് ഉണ്ടാകത്തില്ലായിരിക്കും. നമുക്ക് കുത്തിയിടാം. ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവനോട് കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കാറിലോട്ട് വരാം. ഇവനിൽ വന്നിരിക്കുന്ന എന്തൊക്കെയാണ് പറയുക, ഡിസൈൻസ് ഒക്കെ അത് കണ്ടോ. അപ്പോൾ ഇതാണ് ഇവൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. അതായത് ഇവിടെയും മോട്ടോർ വർക്ക് ചെയ്യുന്നുണ്ട്. 4 വീൽ ഡ്രൈവാണ്.
അതായത് ബാക്കിലൊരു മോട്ടർ, ഫ്രണ്ടിലൊരു മോട്ടർ, പിന്നെ സ്റ്റീറിങ്ങിനായിട്ടുള്ളൊരു മോട്ടർ. മൊത്തം 3 മോട്ടേഴ്സാണ്, മിനി മോട്ടേഴ്സാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ സസ്പെൻഷൻ വരുമ്പോഴത്തേക്കും നോർമലി ടോയ്സിൻ്റെ സസ്പെൻഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, ഓയിൽ സസ്പെൻഷൻ ഒന്നുമല്ല, അതായത് നോർമൽ സസ്പെൻഷനാണ്. പക്ഷേ ഈ സസ്പെൻഷൻ വർക്ക് ചെയ്യും. അതായത് ഞാൻ എൻ്റെ ഒരു പഴയ വീഡിയോ ചെയ്തിട്ടുണ്ട്, RC ടോയ് വാസ് ഹോബി. അത് നിങ്ങൾക്ക് കണ്ടറിയാം. ആ ഒരു കാറുണ്ടല്ലോ, ദൈവത്തോർത്ത് അരുമയടിക്കരുത്. ഓക്കെ, അതിൻ്റെ സസ്പെൻഷൻ ഇങ്ങനെ വർക്ക് പോലും ചെയ്യത്തില്ല. അത് എന്തിനാണ് അതിന് സസ്പെൻഷൻ വെച്ചേക്കണമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഓക്കെ, പക്ഷേ ഇതിൻ്റെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. കേട്ടോ, പല ആംഗിളിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു കുഴപ്പമില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിൻ്റെ ടയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ടയേഴ്സ്. നമ്മളിങ്ങനെ ഞെക്കിയാൽ മാത്രമേ ഞെങ്ങുള്ളൂ, അല്ലാണ്ട് കല്ലിലൊക്കെ കയറി കഴിഞ്ഞാൽ അങ്ങനെ ഞെങ്ങത്തൊന്നുമില്ല. ഈ വണ്ടിയുടെ ബോഡി വെയിറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ടയർ കുറച്ച് ഹാർഡാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി സോഫ്റ്റ് ആയിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് കയറി ഇങ്ങനെ കല്ലൊക്കെ കയറി പോയാനെ. ഓക്കെ, പിന്നെ ഇങ്ങനെ വെച്ച് നോക്കാൻ നേരത്ത് പിന്നെ എന്താ പറയുക, ജോയിൻ ലിങ്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. മെയിനായിട്ട് ഗൈസ് ഈ സാധനങ്ങൾ പൊട്ടി പോകുന്നുണ്ട് എല്ലാവരുടെയും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് മെയിനായിട്ട് കണ്ടോ, ഈ ലിങ്കേജാണ് എല്ലാവരുടെയും പൊട്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ സൂക്ഷിക്കുക. കാരണം ഈ കാറിൻ്റെ ഞാൻ കണ്ടതിൽ വെച്ചിട്ടുള്ള കുഴപ്പം ഈ ലിങ്കേജ് പൊട്ടി പോകുന്നതാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു അത് എല്ലായിടത്തൊക്കെ ഇടിച്ചും പിന്നെ ആൾക്കാർ ഈ വലിച്ചെറിഞ്ഞും അങ്ങനെയൊക്കെ പോകുള്ളൂ. നോർമലി നമ്മൾ കെയർ ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ ഒന്നും പറ്റത്തൊന്നുമില്ല. ഓക്കെ, പിന്നെ ഫ്രണ്ടിൽ ബാറിലിടി വെച്ചിട്ടുണ്ട്, മനുഷ്യനെ പറ്റിക്കാൻ, വർക്ക് ചെയ്യില്ല. പിന്നെ ഒരു സ്റ്റെപ്പിന് ഇരിക്കുന്നുണ്ട്, അത് വർക്ക് ചെയ്യാത്ത നോർമൽ സ്റ്റെപ്പിനെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഇവനെക്കുറിച്ച്, ഇവൻ്റെ പുറമേയുള്ള ബോഡി കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. ഇനി നമുക്ക് വണ്ടി ഇങ്ങനെ ഓടിച്ച് നോക്കാം. സൗണ്ടൊക്കെ ഉണ്ടോ? സൗണ്ടൊക്കെ കേൾക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ബാറ്ററീസ് എല്ലാവരുടെയും പോയി എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായി. അപ്പോൾ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ബാറ്ററികൾ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ ഓവർ ചാർജ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, ഒരുപാട് നേരം കുത്തിയിടാണ്ടിരിക്കുക. പിന്നെ പെട്ടെന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അപ്പോൾ തന്നെ യൂസ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, പിന്നെ ഹീറ്റ് ആറാണ്ട് കുത്തിയിടുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് ഈ ബാറ്ററികളൊക്കെ പോകുന്നത്. അപ്പോൾ അതൊക്കെ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ബാറ്ററി ലൈഫ് കിട്ടും. നമ്മുടെ ബാറ്ററി കുറച്ച് നേരം ചാർജ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ ഊരി ഇടാം. അപ്പോൾ നമ്മളിത് ബാറ്ററി ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ക്യാപ്പൊക്കെ ഇട്ട് അടയ്ക്കാം. അപ്പോൾ നമ്മൾ ബാറ്ററി ഒക്കെ ഇട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്വിച്ച് ഒന്ന് ഓൺ ആക്കാം. ഉള്ളിൽ നല്ല മരക ഡിസ്കോ ലൈറ്റൊക്കെ കത്തുന്നുണ്ട്, ഉണ്ടോ? സെറ്റാണ്. ഇനി നമുക്ക് റിമോട്ടിലും കൂടെ ബാറ്ററി ഇടണം. ഗൈസ് നമ്മളങ്ങനെ റിമോട്ടിലും ബാറ്ററിൻ്റെ റിമോട്ട് ഓൺ ആക്കി. ഗൈസ്, അപ്പോൾ എല്ലാം വർക്കിംഗ് ആണ്, സെറ്റാണ്. പിന്നെ ഈ ഇത് തിരിയുമ്പോൾ ഇതിൻ്റെ സൗണ്ട് ഉണ്ടോ? കാരണം ഇത് സെർവോ ഒന്നുമല്ല, സാധാരണ നോർമൽ മോട്ടറാണ്. അപ്പോൾ ആ മോട്ടർ കറങ്ങിക്കൊണ്ടാണ് ഇത് തിരിയുന്നത്. അപ്പോൾ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, അതാണ് ആ സൗണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ എടുത്തുകൊണ്ട് പുറത്തോട്ട് പോകാം ഗൈസ്. കാർ റൈഡ് ചെയ്യാൻ വരുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവിടേക്ക് വെച്ച് അവനെ ഓടിച്ച് നോക്കാം. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥലമാണ്. എൻ്റെ നേരത്തെ കണ്ട പൂച്ചയുടെ അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഏത് നേരം ഉറക്കമാണ്. ഗൈസ് വിചാരിച്ചതിനേക്കാളും സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു ടറനിലൊക്കെ അടിപൊളിയായിട്ട് ഇവനെ ഓടുന്നുണ്ട്. കുഴപ്പമില്ല. ആ താഴത്തോട്ട് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ തിരിച്ചവൻ കയറി വരുമെന്നൊക്കെ നോക്കാം. കമോൺ ഗൈസ്, പെട്ടെന്ന് തോന്നുന്നുണ്ട്. ഇനി അവൻ അവിടെ നിന്ന് കയറുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എടാ ഭീകരാ, നീ കയറിയല്ലോ ഗൈസ്. മാരക പെർഫോമൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവന്. ഗൈസ് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ കയറിയൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, അവിടെ കയറും നോക്കാം. ഇവിടെയാണ് നല്ല ടാസ്കുള്ള ഓഫ് റോഡ്. വാവ്,
യാ ഗൈസ് ബാറ്ററിയുടെ മറ്റേ കൊളുത്തല്ലല്ലോ സ്ക്രൂ ഇടാത്ത കാരണം അടപ്പൂരി പോന്ന് ഗൈസ്. അപ്പോൾ അവിടെ നിന്ന് കയറിയിട്ട് അവൻ തിരിച്ചൊക്കെ വന്നിട്ടോ ഗൈസ്. ഒരുത്തൻ്റെ നാക്ക് ഇതേ പുറത്തോട്ട് വെക്കണുണ്ടോ? കാർ നോക്കിയിരിക്കും കേട്ടോ. പേടിച്ച് ചെറുതായിട്ട് പേടിച്ചെല്ലാം കാറ് കണ്ട് ഓടി വരുന്ന വരവാണ്. ആശാനോടി പോയി. നമുക്ക് ഇവിടെയൊക്കെ ടെസ്റ്റ് അടിക്കാം. ഈ ഒരു സ്ഥലമൊക്കെ ഓ വാവ് കണ്ടോ ഇരിക്കുന്ന ആംഗിളൊക്കെയാണ് ഇപ്പോൾ കയറിയത്. പക്ഷേ അത്യാവശ്യം പെർഫോമൻസ് ഉണ്ട്, ക്വാളിറ്റിയും അടിപൊളി. ഈ ക്യാപ്പ് ഊരി പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് ഇപ്പോൾ തൽക്കാലം ഇവിടെ വെച്ച് പരിപാടി നിർത്താം. നമ്മൾ ആ സ്ക്രൂ കാര്യങ്ങൾ ഇടാൻ മറന്നു, അപ്പോൾ ഇത് കാരണം ഇത് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം നമുക്ക് ഇത്ര വണ്ടിയുടെ പെർഫോമൻസ് അടിപൊളിയാണ്. ഓക്കെ, വണ്ടീനെ കുറിച്ച് ഒന്നും പറയാനില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ ഇവൻ്റെ പെർഫോമൻസ് ഒക്കെ നിങ്ങൾ കണ്ട്, അതായത് നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ 1500 രൂപ എന്നുള്ള വിലയ്ക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ RC കാറാണ്. കാരണം 1500 അത്ര വിലയുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു 2000-2500 പോലും ആകുന്നില്ല. പിന്നെ ഇതിൻ്റെ മുകളിലുള്ള 1/10 സ്കെയിൽ RC ഉണ്ട്, അതും അടിപൊളിയാണ്. അതെനിക്ക് ആദ്യം ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് നിങ്ങളിനി കാണാനിരിക്കുന്നേ ഉള്ളൂ. നമ്മളിത് അപ്ഗ്രേഡ് ചെയ്യും, എന്തൊക്കെ അപ്ഗ്രേഡേഷൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, സംഭവം മാരക പെർഫോമൻസ് ആണ്. ഒരു രക്ഷയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു RC. അതായത് ബഡ്ജറ്റ് 1500 രൂപയുള്ള ബഡ്ജറ്റ് RC ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും മേടിക്കാം. ഓക്കെ അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത ഇതിൻ്റെ അപ്ഗ്രേഡിങ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്ഗ്രേഡിങ് മാത്രമല്ല വേറെ കുറച്ച് പരിപാടികളും കൂടി ഉണ്ട്. ഓക്കെ ഗൈസ്, സ്റ്റേ ട്യൂൺ.